ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള വിശേഷങ്ങളൊന്ന് കാണാവേ. ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് അനിയത്തെ വിളിച്ചിട്ട് ഓൺലൈൻ വരാൻ പറഞ്ഞത്. അവളോടൊത്ത് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി എടുത്തത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. മോള് കറികളൊന്നും കൂട്ടാത്തത് കൊണ്ട് അവൾക്ക് ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഞങ്ങൾക്കുള്ള ചായയും പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പാലവിടെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കാൻ നിന്നു. ദോശ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിൽ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും ചേർക്കാതിരുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ അതിന് മുകളിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ മോഡൽ ചെയ്താലാണ് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് കഴിപ്പിക്കാൻ കഴിയുക. എൻ്റെ രണ്ടാമത്തെ ആളുടെ സ്വഭാവം ഒന്നും കഴിക്കാത്ത ടൈപ്പ് ആളാണ്. അവൾക്ക് ഇങ്ങനെ അൽക്കുലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. കറികൾ കൂട്ടില്ല, എരിവ് കൂട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തത്. ഇന്ന് ഇവിടെ കുട്ടികൾക്ക് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇളയാൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. രണ്ടാമത്തെ ആൾ മാത്രമാണ് സ്കൂളിൽ പോയത്. മോന് പാലിലേക്ക് ഒന്നും ചേർക്കാതെ കുടിക്കാറുണ്ട്. പക്ഷെ മോൾക്ക് ഞാൻ ഹോർലിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മോൾ ആദ്യമേ ഭക്ഷണം കഴിച്ചിട്ട് റെഡിയാവാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മോനും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ കുട്ടികൾ രണ്ടാളും ഉറക്കത്തിലാണ്. അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവർക്കുള്ളത് റെഡിയാക്കിയാൽ മതി. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ സ്പ്രിംഗ് ഒനിയനൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. വീട്ടിൽ തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുള്ളത്. ഇന്നൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ചിക്കനും ബീഫൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയത്. ഇന്ന് എനിക്ക് ഒരുപാട് പണികളുണ്ട്. അത് തന്നെ ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാമല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.